ഹലോ വെൽക്കം ടു ദി ചാനൽ ടീച്ച് നോട്ട്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 7th സ്റ്റാൻഡേർഡിലെ സോഷ്യൽ സയൻസ് 3rd ചാപ്റ്റർ കോൺസ്റ്റിറ്റ്യൂഷൻ പാത്ത് ആൻഡ് ഗൈഡിംഗ് ലൈറ്റ് എന്ന പാഠഭാഗത്തിലെ 39, 40, 41 പേജുകളിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ്. ഇതിൽ ഇന്ത്യൻ ഭരണഘടനയുടെ ഉത്ഭവവികാസങ്ങളും ദേശീയ പ്രസ്ഥാനവും ദേശീയ നേതാക്കളും മുന്നോട്ട് വെച്ച ആശയങ്ങളും മൂല്യങ്ങളും എന്നിവയൊക്കെയാണ് ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിൻ്റെ സ്വാധീനം ഇന്ത്യൻ ഭരണഘടനയുടെ രൂപീകരണത്തിൽ നിർണായകമായ പങ്ക് വഹിച്ചിട്ടുണ്ടെന്ന് ഈ അധ്യായത്തിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. നമ്മുടെ ഭരണഘടനയുടെ സവിശേഷതകൾ, ധർമ്മങ്ങൾ എന്നിവ മനസ്സിലാക്കുന്നതിനും ഭരണഘടന കാലോചിതമായി പരിഷ്കരിക്കേണ്ടതിൻ്റെ ആവശ്യകത, വിവിധ ഭരണഘടനാ ഭേദഗതികൾ, ഭരണഘടനാ നിയമത്തിൻ്റെ ഉറവിടമായി മാറുന്നതെങ്ങനെ, നിയമങ്ങൾ നടപ്പിലാക്കുമ്പോൾ നേരിടുന്ന വെല്ലുവിളികൾ എന്നിവയൊക്കെയാണ് ഈ അധ്യായത്തിൽ പ്രധാനമായിട്ടും നമ്മൾ ചർച്ച ചെയ്യുന്നത്. ബാക്കി കാര്യങ്ങൾ നമുക്ക് ക്വസ്റ്റ്യൻ ആൻസേഴ്സിലൂടെ ഡിസ്കസ് ചെയ്യാം. അപ്പം നമുക്കിനി ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ വിച്ച് ഇയർ ദ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വാസ് ഫോംഡ്? ഏത് വർഷമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകൃതമായത്? ആൻസർ, ഇൻ 1885. സെക്കൻഡ് വൺ, വിച്ച് വാസ് ദ ഫസ്റ്റ് മാസ് മൂവ്മെൻറ്റ് എഗെയിൻസ്റ്റ് ദ ബ്രിട്ടീഷ് റൂൾ? ബ്രിട്ടീഷ് ഭരണത്തിനെതിരായ ആദ്യത്തെ ബഹുജന മുന്നേറ്റം ഏതായിരുന്നു എന്നാണ് ചോദ്യം. ആൻസർ, the first war of independence in 1857. Third question, who are the various sections of the people who participated in the freedom struggle? സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത വിവിധ ജനവിഭാഗങ്ങൾ ആരെല്ലാം എന്നാണ് ചോദ്യം. ആൻസർ, സോൾജേഴ്സ്, ട്രൈബൽസ്, കിങ്സ്, ഫ്യൂഡൽ ലോർഡ്സ്, പെസൻസ് ആൻഡ് മെനി അതർ ഗ്രൂപ്പ്സ് പാർട്ടിസിപ്പേറ്റഡ് ഇൻ ദ ഫ്രീഡം സ്ട്രഗിൾ. പട്ടാളക്കാർ, ഗോത്രവർഗക്കാർ, രാജാക്കന്മാർ, നാടുവാഴികൾ, കർഷകർ തുടങ്ങി നിരവധി സംഘങ്ങൾ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തു. ഫോർത്ത് വൺ, വാട്ട് ഐഡിയാസ് ഡിഡ് ഗാന്ധിജി വിഷ് ടു ഹാവ് ഇൻ ദ ഫ്യൂച്ചർ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ? ഭാവി ഇന്ത്യയുടെ ഭരണഘടനയിൽ എന്തെല്ലാം ആശയങ്ങൾ ഉണ്ടാകണമെന്നാണ് ഗാന്ധിജി ആഗ്രഹിച്ചത്? ആൻസർ, സോവറിനിറ്റി, ഈക്വാലിറ്റി, ഫ്രറ്റേണിറ്റി, ജെൻഡർ ജസ്റ്റിസ്, നോ അൺടച്ചബിലിറ്റി, നോ ഇൻടോക്സിക്കൻസ്. അതായത് പരമാധികാരം, സോവറിനിറ്റി മീൻസ് പരമാധികാരം, ഇക്വാലിറ്റി സമത്വം, ഫ്രറ്റേണിറ്റി സാഹോദര്യം, ജെൻഡർ ജസ്റ്റിസ് ലിംഗനീതി, നോ അൺടച്ചബിലിറ്റി മീൻസ് തൊട്ടുകൂടായ്മ പാടില്ല, നോ ഇൻടോക്സിക്കൻസ് ലഹരി വസ്തുക്കളില്ല. ഫിഫ്ത്ത് വൺ, ഗീവ് എക്സാമ്പിൾസ് ഫോർ റീജിയണൽ ഓർഗനൈസേഷൻസ് ഫോംഡ് അഗെയിൻസ്റ്റ് ഫോറിൻ ഡൊമിനേഷൻ ഇൻ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ വിദേശ ആധിപത്യത്തിനെതിരെ രൂപീകരിച്ച പ്രാദേശിക സംഘടനകൾക്ക് ഉദാഹരണങ്ങൾ നൽകുക എന്നതാണ് ചോദ്യം. ആൻസർ, ഇന്ത്യൻ അസോസിയേഷൻ, മദ്രാസ് നേറ്റീവ് അസോസിയേഷൻ, പൂനെ സാർവജനിക് സഭ. സിക്സ്ത് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ മെയിൻ ഒബ്ജക്റ്റീവ്സ് ഓഫ് ദ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രധാന ലക്ഷ്യങ്ങൾ ഏവ? ആൻസർ, the main objectives of this movement were to bring the problems of various groups of people in India to the attention of the British authorities and to develop a sense of nationalism among the people beyond caste, religion and regional thinking. ഇന്ത്യയിലെ വിവിധ ജനവിഭാഗങ്ങളുടെ പ്രശ്നങ്ങൾ ബ്രിട്ടീഷ് അധികാരികളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയും ജാതി മത പ്രാദേശിക ചിന്തകൾക്ക് അതീതമായി ജനങ്ങളിൽ ദേശീയതാബോധം വളർത്തുകയും ചെയ്യുക എന്നതായിരുന്നു ഈ പ്രസ്ഥാനത്തിൻ്റെ പ്രധാന ലക്ഷ്യങ്ങൾ. സെവൻത്ത് വൺ, വാട്ട് വെർ ദ മെയിൻ ഒബ്ജക്റ്റീവ്സ് ഓഫ് ദ ഫ്രീഡം സ്ട്രഗിൾ? സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പ്രധാന ലക്ഷ്യങ്ങൾ എന്തായിരുന്നു? ദ മെയിൻ ഒബ്ജക്റ്റീവ്സ് ഓഫ് ദ ഫ്രീഡം സ്ട്രഗിൾ വെർ ടു എൻഡ് ദ ഫോറിൻ റൂൾ ആൻഡ് എൻഷുർ എ ബെറ്റർ സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ ലൈഫ് ഫോർ എവറി ഇന്ത്യൻ. വൈദേശിക ഭരണം, അതായത് ബ്രിട്ടീഷ് ഭരണം അവസാനിപ്പിച്ച് ഓരോ ഇന്ത്യക്കാരനും മെച്ചപ്പെട്ട സാമൂഹികവും രാഷ്ട്രീയവുമായ ജീവിതം ഉറപ്പാക്കുക എന്നതായിരുന്നു സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പ്രധാന ലക്ഷ്യങ്ങൾ. എയ്ത്ത് വൺ, ഹൗ ഗാന്ധിസ് അറൈവൽ ഇൻഫ്ലുവൻസ്ഡ് ദ ഫ്രീഡം സ്ട്രഗിൾ? ഗാന്ധിജിയുടെ വരവ് സ്വാതന്ത്ര്യ സമരത്തെ എങ്ങനെ സ്വാധീനിച്ചു? ആൻസർ, ദ ഫ്രീഡം മൂവ്മെൻറ്റ് ട്രാൻസ്ഫോംഡ് ഇറ്റ്സെൽഫ് ഇൻടു എ മാസ് മൂവ്മെൻറ്റ് വിത്ത് ദ അഡ്വെൻറ്റ് ഓഫ് ഗാന്ധി. ഹിസ് ഇൻഫ്ലുവൻസ് സ്ട്രെങ്തൻഡ് ദ ഡിമാൻഡ് ഫോർ ഡെമോക്രസി ബേസ്ഡ് ഓൺ സോഷ്യൽ ജസ്റ്റിസ്. ഗാന്ധിയുടെ വരവോടെ സ്വാതന്ത്ര്യ സമരം ഒരു ബഹുജന പ്രസ്ഥാനമായി രൂപാന്തരപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ സ്വാധീനം സാമൂഹ്യനീതിയിൽ അധിഷ്ഠിതമായ ജനാധിപത്യത്തിൻ്റെ ആവശ്യകത ശക്തിപ്പെടുത്തി. നയൻത്ത് വൺ, വാട്ട് ഷുഡ് ബി ദ ഫൗണ്ടേഷൻ ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അക്കോർഡിംഗ് ടു ലീഡേഴ്സ്? നേതാക്കളുടെ അഭിപ്രായത്തിൽ ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാനം എന്തായിരിക്കണം എന്നതാണ് ചോദ്യം. ആൻസർ നോക്കാം. According to the leaders, the ideas and values of freedom,
equality based on social justice, brotherhood, and religious harmony put forward by the national movement should be the foundation of our constitution. നേതാക്കൾ പറയുന്നതനുസരിച്ച് ദേശീയ പ്രസ്ഥാനം മുന്നോട്ട് വയ്ക്കുന്ന സ്വാതന്ത്ര്യം, സാമൂഹിക നീതിയിൽ അധിഷ്ഠിതമായ സമത്വം, സാഹോദര്യം, മതസൗഹാർദ്ദം എന്നിവയുടെ ആശയങ്ങളും മൂല്യങ്ങളും നമ്മുടെ ഭരണഘടനയുടെ അടിത്തറയാകണം. ക്വസ്റ്റ്യൻ നമ്പർ 10. വാട്ട് ആർ ദ ഐഡിയാസ് വിച്ച് ഇൻഫ്ലുവൻസ്ഡ് ദ ഫ്രെയിമിംഗ് ഓഫ് അവർ കോൺസ്റ്റിറ്റ്യൂഷൻ? നമ്മുടെ ഭരണഘടനയുടെ രൂപീകരണത്തെ സ്വാധീനിച്ച ആശയങ്ങൾ എന്തൊക്കെയാണ് എന്നതാണ് ചോദ്യം. ആൻസർ നോക്കാം. ഫസ്റ്റ് പോയിന്റ്, ഇൻഡിവിജ്വൽ ഫ്രീഡം ഷുഡ് ബി ഗിവൺ പ്രയോറിറ്റി. വ്യക്തി സ്വാതന്ത്ര്യത്തിന് മുൻഗണന നൽകണം. സെക്കൻഡ് വൺ, സിവിൽ റൈറ്റ്സ് മസ്റ്റ് ബി എൻഷ്യൂർഡ്. പൗരാവകാശങ്ങൾ ഉറപ്പാക്കണം. ഓൾ റിലീജിയൻസ് ഷുഡ് ബി ഗിവൺ ഈക്വൽ ഇമ്പോർട്ടൻസ്. എല്ലാ മതങ്ങൾക്കും തുല്യ പ്രാധാന്യം നൽകണം. സോഷ്യൽ ജസ്റ്റിസ് ഷുഡ് ബി എൻഷ്യൂർഡ്. സാമൂഹിക നീതി ഉറപ്പാക്കണം. ഡെമോക്രാറ്റിക് അഡ്മിനിസ്ട്രേഷൻ ഷുഡ് ബി സ്ട്രെങ്തൻഡ്. ജനാധിപത്യ ഭരണം ശക്തിപ്പെടുത്തണം. ബ്രദർഹുഡ് ഷുഡ് ബി എൻഷ്യൂർഡ് എമംഗ് ദ പീപ്പിൾ. ജനങ്ങൾക്കിടയിൽ സാഹോദര്യം ഉറപ്പാക്കണം. സോഷ്യൽ, എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ വെൽഫെയർ ഷുഡ് ബി എൻഷ്യൂർഡ്. സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ ക്ഷേമം ഉറപ്പാക്കണം. നെക്സ്റ്റ് വൺ, എക്സ്പ്ലെയിൻ ദ റോൾ ഓഫ് ദ നാഷണലിസ്റ്റ് മൂവ്മെൻറ്റ് ഇൻ ദ ഫൗണ്ടേഷൻ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ഭരണഘടനയുടെ രൂപീകരണത്തിൽ ദേശീയ പ്രസ്ഥാനത്തിനുള്ള പങ്ക് വ്യക്തമാക്കുക എന്നാണ് ചോദ്യം. മറ്റൊരു ക്വസ്റ്റ്യൻ കൂടി നമുക്ക് ഇതുപോലെ തന്നെ ചോദിക്കാം. സെയിം ആൻസർ തന്നെയാണ്. ഇന്ത്യൻ ഫ്രീഡം സ്ട്രഗിൾ ബിക്കെയിം ദ ഫൗണ്ടേഷൻ ഓഫ് അവർ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇവാലുവേറ്റ്, അതായത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം നമ്മുടെ ഭരണഘടനയുടെ അടിത്തറയായി. വിലയിരുത്തുക. ആൻസർ, the nationalist movement helped the people to develop a sense of nationalism based on religious harmony and thus formed many regional organizations against foreign domination. The main objectives of the freedom struggle was to end foreign rule and ensure a better social and political life for every Indian. The leaders suggested that the ideas and values of freedom, equality based on social justice, brotherhood, and religious harmony put forward by the national movement should be the foundation of our constitution. These views influenced the framing of our constitution. മതസൗഹാർദ്ദത്തിൽ അധിഷ്ഠിതമായ ദേശീയതാബോധം വളർത്തിയെടുക്കാൻ ദേശീയ പ്രസ്ഥാനം ജനങ്ങളെ സഹായിക്കുകയും അങ്ങനെ ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ നിരവധി പ്രാദേശിക സംഘടനകൾ രൂപീകരിക്കുകയും ചെയ്തു. ബ്രിട്ടീഷ് ഭരണം അവസാനിപ്പിച്ച ഓരോ ഇന്ത്യക്കാരനും മെച്ചപ്പെട്ട സാമൂഹികവും രാഷ്ട്രീയമായ ജീവിതം ഉറപ്പാക്കുക എന്നതായിരുന്നു സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പ്രധാന ലക്ഷ്യങ്ങൾ. ദേശീയ പ്രസ്ഥാനം മുന്നോട്ട് വയ്ക്കുന്ന സ്വാതന്ത്ര്യം, സാമൂഹിക നീതിയിൽ അധിഷ്ഠിതമായ സമത്വം, സാഹോദര്യം, മതസൗഹാർദ്ദം എന്നീ ആശയങ്ങളും മൂല്യങ്ങളും നമ്മുടെ ഭരണഘടനയുടെ അടിത്തറയാകണമെന്ന് നേതാക്കൾ അഭിപ്രായപ്പെട്ടു. ഈ കാഴ്ചപ്പാടുകൾ നമ്മുടെ ഭരണഘടനയുടെ രൂപീകരണത്തെ സ്വാധീനിച്ചു. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത ടോപ്പിക്സിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ പ്രധാനപ്പെട്ട 3 സംഭവങ്ങളാണ് വരുന്നത്. മെയിൻ പോയിന്റ്സ് നമുക്ക് ചുരുക്കത്തിൽ ഒന്നുകൂടി നോക്കാം. ഫസ്റ്റ്, വാർ ഓഫ് ഇൻഡിപെൻഡൻസ് ഇൻ 1857, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, ഗാന്ധിജീസ് അറൈവൽ. ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസിൽ വരുന്ന പോയിന്റ്സ്, മെയിൻ പോയിന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഫ്രീഡം സ്ട്രഗിൾ, ഫസ്റ്റ് മാസ് സ്ട്രൈക്ക്, അതായത് ഇത് ഒന്നാമത്തെ സ്വാതന്ത്ര്യ സമരമാണ്, ആദ്യത്തെ ജനകീയ സമരമായിരുന്നു. പിന്നെ ഇതിൽ പങ്കെടുത്ത ആളുകൾ, അതായത് സെക്ഷൻസ് പാർട്ടിസിപ്പേറ്റഡ് ഇൻ ദ സ്ട്രഗിൾ. ദെൻ നാഷൻ വിത്ത് എംഫസിസ് ഓൺ റിലീജിയസ് ഹാർമണി, മതസൗഹാർദ്ദത്തിന് ഊന്നൽ നൽകുന്ന രാഷ്ട്രം. പിന്നെ റീജിയണൽ ഓർഗനൈസേഷൻസ്, പ്രാദേശിക സംഘടനകൾ. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഭാഗത്ത് നമുക്ക് വരുന്നത്. ദെൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, അതിൽ ഓർത്തിരിക്കേണ്ടത് അതിൻ്റെ ഫോർമേഷൻ, എന്നായിരുന്നു രൂപീകരണം. ദ ഫസ്റ്റ് നാഷണൽ ലെവൽ ഓർഗനൈസേഷൻ അഗെയിൻസ്റ്റ് ബ്രിട്ടീഷ്, അതായത് ബ്രിട്ടീഷുകാർക്കെതിരായ ആദ്യത്തെ ദേശീയതല സംഘടനയായിരുന്നു. ദ പ്രോബ്ലംസ് ഓഫ് വേരിയസ് ഗ്രൂപ്പ്സ് ഓഫ് പീപ്പിൾ ഇൻ ഇന്ത്യ ബ്രോട്ട് ടു ദ അറ്റൻഷൻ ഓഫ് ദ അതോറിറ്റീസ്, അതായത് ഇന്ത്യയിലെ വിവിധ ജനവിഭാഗങ്ങളുടെ പ്രശ്നം അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആയിരുന്നു. ദെൻ നാഷണൽ കോൺഷ്യസ്നെസ് ഓൾസോ ഗ്രൂ എമംഗ് ദ പീപ്പിൾ, ജനങ്ങളിൽ ഒരു ദേശീയബോധം വളരാനായിട്ട് സഹായിച്ച ഒരു സംഘടനയായിരുന്നു ഇത്. നെക്സ്റ്റ് വൺ, ഗാന്ധിജീസ് അറൈവൽ. അതിൽ ഫ്രീഡം മൂവ്മെൻറ്റ് ട്രാൻസ്ഫോംഡ് ഇൻറ്റു എ മാസ് മൂവ്മെൻറ്റ്, അതായത് സ്വാതന്ത്ര്യ പ്രസ്ഥാനം ഒരു ബഹുജന പ്രസ്ഥാനമായി രൂപാന്തരപ്പെട്ടു എന്നുള്ളതും, ഡെമോക്രസി ബേസ്ഡ് ഓൺ സോഷ്യൽ ജസ്റ്റിസ്, സാമൂഹിക നീതിയിൽ അധിഷ്ഠിതമായ ഒരു ജനാധിപത്യമായിരുന്നു ഗാന്ധിജി വിഭാവനം ചെയ്തത് എന്നുമുള്ള കുറച്ച് പോയിൻറ്റ്സാണ്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്സ്.
സോ ദാറ്റ്സ് ഓൾ ടുഡേയ്സ് വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂട്ടുകാർക്കെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ.